എന്താ പറയാ, എന്താ കാര്യം? എടാ, ഞാൻ നിന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചതേ, ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയില്ലേ. പണ്ട് നമ്മൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മുഖ്യമന്ത്രിനെ കരിങ്കൊടി കാണിച്ച കേസിൽ നമ്മുടെ പിള്ളേരെയൊക്കെ തല്ലിയ ഗൺമാന്മാരെ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന്. ഓ, ആ കാര്യം. അതെന്റെ ഐഡിയ ആന്നേ. ഞാനാ വിളിച്ചു പറഞ്ഞത്. ഇവന്മാരെ അങ്ങനെ തുറന്നുവിടാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ പിള്ളേരെ തല്ലിയവന്മാരെ നമുക്ക് കൂട്ടണം. അപ്പോഴേ നീ പണ്ട് എന്നെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനായിട്ട് ഒരു കേസിന് വിളിച്ചോണ്ട് പോയി ഓർക്കുന്നുണ്ടോ? അന്ന് 2 പോലീസുകാർ നമ്മളെ അച്ചാലും മുച്ചാലും തല്ലിയില്ലേ. അതിന്റെ വേദന എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്കും. എന്റെ ബലമായ സംശയം അവര് ഗൺമാന്മാരും പോലീസുകാരും ഒന്നുമല്ല, ഈ വാസുദേവന്റെ ശിങ്കിടികളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കറക്റ്റാണ്. അങ്ങനെയാണ് അവന്മാരെ ഒന്ന് പൂട്ടണം. അതിപ്പോ ഞാൻ സെറ്റാക്കി തരാന്നേ. നമ്മുടെ ഈ ആഭ്യന്തരമന്ത്രിയുടെ PA ഇല്ലേ, ശിവദാസ് ഏട്ടൻ, നമ്മുടെ അടുത്ത ആളാ. ആണോ? എന്നോ ഉറപ്പായിട്ട് ഇതിനൊരു നടപടി ഉണ്ടാക്കണം. അന്ന് നമ്മളെ തല്ലിയ പോലീസുകാരുടെ അടിയുടെ വേദന ഇപ്പോഴും നടുമ്പുറത്തൊന്നും മാറിയിട്ടില്ല. ഇനി അഥവാ അവന്മാര് പോലീസുകാരല്ല, ഈ വാസുദേവന്റെ ശിങ്കിടികളാണെങ്കിൽ അവന്മാരെ വെറുതെ വിടരുത്. വിടൂല, ഉറപ്പായിട്ട് വിടൂല. ശിവദാസ് ഏട്ടൻ്റെ അടുത്ത് പറയാം. ഈ കിട്ടിയതിന്റെ ഇരട്ടി അടി ഉമ്മാർക്കിട്ട് തിരിച്ചു കൊടുപ്പിക്കാം. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ KKG ആണേ. കൊച്ചാപ്പി കുമാരൻ ജി. അത് തന്നെ. ശിവദാസ് ഏട്ടാ, ഞാൻ വിളിച്ചതേ, നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ. നമ്മുടെ ഈ അന്ന് ഈ കരിങ്കടി കാണിച്ച് നമ്മുടെ പിള്ളേരെയൊക്കെ ഉമ്മമാർ പിടിച്ചിട്ട് അടിച്ചില്ലേ, ആ കൂട്ടത്തിൽ ഒരു കേസ് കൂടെ നമുക്ക് ചാർജ് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ പാലാറ്റിൻകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മെമ്പറുണ്ടല്ലോ, ദേവകി, ഫേമസ് ആണേ. മെമ്പറിനേക്കാൾ അടിച്ച് ചന്നാ പിന്നെ നശിപ്പിച്ചോളാം. ഒരു 5-6 ദിവസം കിടക്കാനൊന്നും പറ്റിയില്ല. കൂട്ടത്തിൽ എനിക്ക് കിട്ടി 2 അത് തല്ലിയവന്മാർ അത്രയും. ഇവിടെ ഉള്ള നമ്മുടെ ഓപ്പോസിറ്റുള്ള പ്രതിപക്ഷം ഇല്ലേ, നിങ്ങളെ കെട്ടിയതിൻ്റെ പേരെന്ത്? വാസുദേവൻ. വാസുദേവൻ എന്ന് പറയുന്ന ഒരു ആളിൻ്റെ ശിങ്കിടികളാണെന്ന് നമുക്കൊരു ഡൗട്ടുണ്ട്. ഏറ്റാ? ഓക്കെ ശിവദാസേട്ടാ, ഓക്കെ, ശരി. ഏറ്റോ പുള്ളിയേറ്റ ഡീലി. അയ്യോ, എന്നായിരുന്നു അവന്മാരുടെ അഹങ്കാരം. ഗൺമാനാണ് പോലീസുകാരാന്നും പറഞ്ഞോണ്ട് എന്തൊരു അടിയായിരുന്നടാ അടിച്ചു കൂട്ടിയത്. എൻ്റെ ഇവിടെയൊക്കെ ഇപ്പോഴും ഞാൻ കുഴമ്പിടുക. ശരിയാ, ഇത് പഠിക്കാനൊന്നുമില്ല. ഇനി അവന്മാര് കുഴമ്പിടും. നമ്മളെ ശിവദാസ കുഴമ്പിടുവല്ല, അവന്മാര് എണ്ണത്തോണി കയറ്റി കിടത്തി ചവിട്ടി തിരുമിക്കും. അത്തരം വരെ ഈഞ്ചപ്പരുവാക്കണം. ആക്കിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഹൈക്കമാൻഡിനെ വിളിക്കും. നീ അതിന് ഉമ്മയ്ക്കാൻ വരുന്നത് മാറിക്കണം. നീ കാര്യം പറ, എന്ത് പെട്ടു, ആര് പെട്ടു, എപ്പ പെട്ടു? എന്തിന്? പുതിയ മന്ത്രിസഭ വന്നില്ലേ? നമ്മൾ കഴിഞ്ഞ തവണ കുറഞ്ഞ തോന്നിയാസങ്ങൾ കാണിച്ചില്ലേ? എന്ത് തോന്നിയാസം? കരിങ്കൊടി കാണിച്ചവരൊക്കെ പോയി അടിച്ചില്ലേ? അവരൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുക. ആരടിച്ചു? എപ്പടിച്ചു? നീ ഇതിനെല്ലാം പോയി? ഞാനല്ല, നീയും. ഞാൻ തല്ലിയതല്ല. പ്രകടനത്തിന് നമ്മൾ കയറി തല്ലിയത് ഓർമ്മയില്ലേ? അതെന്നെ പറഞ്ഞ, ഞാൻ തല്ലിയതല്ല. പിന്നെ എടാ മാറടാന്ന് പറഞ്ഞ ക്യാമറയിൽ കറക്റ്റ് ഉണ്ട് തീ അടിക്കണത്. മുഖം മൂടി വെച്ചിട്ടുണ്ടെങ്കിലും നിന്റെ ആക്ഷൻ കണ്ട അറിഞ്ഞൂടെ? അത് ചിലപ്പോ ഞാൻ ഇങ്ങനെ മാറാൻ പറഞ്ഞപ്പോ മുഖത്തെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൈ കൊണ്ടു മാറില്ല. എല്ലാരും പൊക്കി തുടങ്ങി. എന്നെയും പൊക്കൂ, നിന്നി പൊക്കൂ. ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടായി. പ്രശ്നമുണ്ട്. ഇതുവരെ അടി കൊടുത്ത ശീലമുള്ള, അടി കെട്ടിയ ശീലമില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? എവിടേക്ക് മുങ്ങണം? നമുക്ക് ആ പാലത്തിനടിയിൽ മുങ്ങിയാലോ? അവിടെ മുങ്ങേണ്ട കാര്യമില്ല, ഈ നാട്ടിൽ മുങ്ങണം. നിന്റെ സർവത്ത് വാങ്ങാനുള്ള പൈസ എങ്കിലും ഉണ്ടോ? ഈ മാല കിട്ടാന് അത് മുക്കണ്ട, നോക്കണ്ട. എന്നത് പറ്റിയാലേ ഇത് മുക്ക ഷോ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കേ നടക്കാം അല്ലെങ്കിൽ ഓടാം. വണ്ടിക്കൂലി ഇല്ലല്ലേ? എന്നാ നടക്ക്. പോലീസ് കനാലെങ്കിൽ കനാല്. എന്റെ അമ്മീ, പാമ്പുണ്ടോ എന്തോ? എന്താ പോലീസ് വണ്ടി സൗണ്ട് കേട്ടപ്പോഴേ ഞാനും അതെ പേടിച്ചിട്ടൊന്നല്ല, പക്ഷേ പേടിക്കാതിരിക്കാനും വയ്യ. എന്ത് ചെയ്യാ? എനിക്ക് വയ്യടാ അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ. നീ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. എടാ, ഇനി ആകെ ഒരു വഴിയുള്ളൂ. എന്ത്? നമുക്ക് ദേവകി മെമ്പറുടെ കാല് പോയി പിടിക്കാം. അല്ലാതെ വേറെ നീ വൃത്തിയില്ലടാ, നല്ല പട കിട്ടും. ഇനിയിപ്പോ അവരാണെങ്കിൽ നമ്മളെ പോലീസിൽ ഏൽപ്പിക്കണേ. അതിനെ പറഞ്ഞ കാല് പിടിച്ച് നോക്കാ, ചിലപ്പോ കുറച്ചെങ്കിലും കലിവ് കാണിക്കായിരിക്കും. എനിക്ക് തോന്നണ എടാ, ഇവിടെ വിളിച്ചിരിക്കണേക്കാൾ നല്ലതല്ലേ? വാടാ. അയ്യോ, പാമ്പൊക്കെ ഉണ്ടാവും. വൺ ലാസ്റ്റ് ട്രൈ. നീയും പിടിക്കണേ. എടാ,
പക്ഷെ ആശാന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഉണ്ടായിരുന്നു ആശാനെ വലുത് ജീവിതം വലുത്. എടാ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ ഒന്നും പക്ഷെ ആശാന് എടാ ഞാനൊരു കാര്യം പറയട്ടെ, എടാ ഇത് ഒന്നും പറയണ്ട, കയറി. ഇറങ്ങിയ പോലെ നിസ്സാരമല്ല കേറാൻ. ഇതിപ്പോ ഞാൻ എങ്ങനെ കേറി? നീ എങ്ങനെയും കയറി, എന്നെ കൂടി കയറണേ. ഈ ദേവകി മെമ്പറുടെ കാലൊക്കെ പോയി പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിന്റെ കാലിൽ പിടിച്ചിട്ടില്ല. പിടിക്കണം, വാ പിടിക്കേണ്ടടുത്ത് പിടിക്കാൻ പറ്റുമോ? എന്തിനാണ് എത്ര ബഹുമാനം? എടാ ബഹുമാനിച്ചേ പറ്റൂ. എടാ ഞാൻ ഇപ്പോഴും പറയാ, ഈ കാല് പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാല് പിടിക്കല്ലേ പറ്റൂ, പിടിക്കേണ്ടടുത്ത് പിടിക്കണ്ടേ? മെമ്പറേ 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 എടാ ചളവാക്കരുത്. ഇല്ല മെമ്പറേ മെമ്പറേ നീയൊക്കെയാ എന്താടാ? അതെ, ഇവനൊരു തെറ്റ് പറ്റി. ഇവനും ഒരു തെറ്റ് പറ്റി. മൊത്തത്തിൽ പറഞ്ഞ രണ്ടുപേർക്കും തെറ്റ് പറ്റി. ഇനി പറ്റിയ തെറ്റ് പറ. അന്ന് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചപ്പോൾ പ്രതിഷേധിച്ച് ഞങ്ങൾ തല്ലിയില്ലേ മുഖംമൂടി ഇട്ടിട്ട്? അത് ഞങ്ങൾ രണ്ടുപേരായിരുന്നു. അതെ, ഞങ്ങൾ രണ്ടുപേരും. ഓ, അപ്പൊ നീയൊക്കെ എന്റെ നടുമ്പുറം അടിച്ചു കലക്കിയതല്ലേ? അത് മെമ്പറാന്ന് അറിയണ്ടായിരുന്നില്ല. അയ്യോ, നിങ്ങളല്ലേ മുഖംമൂടി വെച്ചത്, ഞാൻ വെച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് പിന്നെ പറഞ്ഞല്ലോ തെറ്റ് പറ്റി എന്ന്. രണ്ടുപേർക്കും. എന്നാ തെറ്റ് പറ്റിയെങ്കിലേ അതിന്റെ ശിക്ഷയും കൂടെ അനുഭവിക്കാൻ തയ്യാറായിക്കോ. പോലീസുകാർ തിരക്കി നടക്കുന്നുണ്ട്. നിന്നെയൊക്കെ ഇന്ന വരപ്പിക്കും. അയ്യോ മെമ്പറേ, ഞങ്ങൾക്ക് ഒരു കുടുംബമൊക്കെ ഉള്ളതാണ്. ഞാൻ ക്ഷമിക്കത്തില്ല. അയ്യേ, എണീക്കടാ അങ്ങോട്ട്. സാരി എണീറ്റങ്ങോട്ട്. ക്ഷമിക്കത്തില്ല, അതിന് വേണ്ടിട്ട് ഇങ്ങനെ കമ്മുന്നൂത്തി കിടക്കട്ടെ. എണീറ്റങ്ങോട്ട്. മെമ്പറേ എന്താ മെമ്പറേ? ഞാൻ രക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി ഞങ്ങൾ മെമ്പറുടെ കൂടെ നിന്നോളാം. അതെ, ഓ, ഞങ്ങൾ ആർക്ക് വേണ്ടിയാണോ അടി ഉണ്ടാക്കിയത്? ഇനി മെമ്പർക്ക് വേണ്ടി അടി ഉണ്ടാക്കി. എനിക്കങ്ങനെ ആരോടും അടി കൂടണ്ടെങ്കിലോ? ആശാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തത്. ഓഹോ, അല്ല ഞങ്ങൾക്ക് അവിടെ ബുദ്ധി. അങ്ങനാണെങ്കിൽ അയാളെയും കൂടെ കൂട്ടുപ്രതിയാക്കി ഞാൻ കേസ് കൊടുക്കും. പക്ഷെ മെമ്പർ ക്ഷമിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇതുപോലൊരു നല്ലൊരു മെമ്പറിനെ നമ്മുടെ ഈ പഞ്ചായത്തിലില്ല. അതെ, ആ നാട്ടുകാരുള്ള സഹകരണവും സഹായവും സ്നേഹവും എല്ലാം ഈ മെമ്പർക്കേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അതുകൊണ്ടല്ല അഭയത്തിന് വേണ്ടി ഞങ്ങൾ മെമ്പറുടെ മുമ്പിൽ തന്നെ വന്നത്. അതെ, ഏത് അവസ്ഥയിലും ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാമെന്നുള്ള മെമ്പർ പറയാറ്. അതെ മെമ്പറെ, ഇനി ഒരു സത്യം കൂടി ഞാൻ പറയട്ടെ. എന്താ? ഇന്ന് ഈ രാഷ്ട്രീയത്തിൽ മെമ്പറെ പോലെ മുഖ്യമന്ത്രി അവൻ ആരുമില്ല. സത്യം, പിന്നെ സത്യം. മുഖ്യമന്ത്രിക്ക് ഞാൻ ക്ഷമിച്ചില്ല. മുഖ്യമന്ത്രിയൊക്കെ ആകാൻ കഴിവുള്ള ഒരാളാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ ക്ഷമിച്ചേക്കല്ലേ? ആ, ക്ഷമിച്ചു തൽക്കാലത്തേക്ക്. ഇതെന്തുവാടാ നീ ഇങ്ങനെ മൂട്ടി തീ പിടിച്ച കണക്ക്? മെമ്പർ എന്നാലും മെമ്പർ ക്ഷമിക്കണ്ടായിരുന്നു. അതിനാരും ക്ഷമിച്ചു? ഞാൻ ക്ഷമിച്ചു എന്ന് വെറുതെ പറഞ്ഞതല്ലേ. അവന്മാർക്ക് ഇനി എന്നെ കാണുമ്പോഴേ ഞാൻ ക്ഷമിച്ചില്ല എന്ന് പറയുമോ എന്നുള്ളൊരു പേടിയില്ലേ? ആ പേടി കാണാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാ. അത് കൊള്ളാം കേട്ടാ, ചാണക്യ തന്ത്രം. പിന്നെ അവന്മാര് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പൊ ഈ കേരളം ഭരിക്കാൻ പറ്റിയ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഒരു മുഖ്യമന്ത്രിയാകാൻ ഒരു സാധ്യതയുള്ള ഒരാള് ഞാനാണ്. ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. എന്താന്ന്? അല്ല, അത് പിന്നെ ഇനി അവന്മാര് പറഞ്ഞിട്ടാണോ നമുക്കറിയാം. അടുത്ത തവണ ഇവിടെ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കാൻ പോവാ നമ്മള്. എന്നാലും അവന്മാർ ആ പേടി ഒന്ന് കാണണമായിരുന്നു. ഇനിയിപ്പൊ നമ്മൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കാണുമ്പോ അവന്മാരുടെ ആ ഒരു വിധേയത്വം, ഒരു ഭയഭക്തി, ബഹുമാനം, അതൊക്കെ ആസ്വദിക്കാനും മാത്രമുണ്ട്. അപ്പൊ ഞാനും പോയി അതൊന്ന് ആസ്വദിച്ചിട്ട് വരട്ടെ. എങ്ങനെ? അല്ല, അവന്മാരെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ തേരാപ്പര നടക്കുമ്പോ അവന്മാരും പേടിച്ച് നിൽക്കുമല്ലോ. എന്നാ പോയി നടക്കടാ. അവന്മാരെ ഒന്നുകൂടെ ഒന്ന് പേരിപ്പിച്ചേക്ക്. ഓക്കെ മെമ്പറേ, അപ്പൊ പോയിട്ട് വരാം. ശരി. ഓക്കെ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം പിള്ളാരെ പോലെയാ. ഇപ്പോഴൊന്ന് സമാധാനം ഇത്. നല്ല ദേവകി മെമ്പർ കാല് പിടിച്ചു കഴിഞ്ഞാ മാപ്പത്തിരുന്ന് ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിക്കണ്ട, രക്ഷപ്പെട്ടല്ലേ. കൊച്ചാപ്പി, കൊച്ചാപ്പി, അല്ല നീ പേടിക്കുന്നുണ്ട. എന്തേലൊക്കെ പറയാൻ വന്നു കഴിഞ്ഞാൽ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ മതി. എനിക്കൊന്നും വേണ്ട. ഓക്കെ, വാ. കൊച്ചാപ്പി സാറോ? നീയൊക്കെ പോയി മെമ്പറുടെ കാല് പിടിച്ചെന്ന് പറഞ്ഞു. അല്ല, കാലങ്ങനെ പിടിച്ചൊന്നല്ല, ഞങ്ങള് ജസ്റ്റ് ഒന്ന് ക്ഷമാപണം നടത്തി. നമ്മളൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മള് ചെയ്യണല്ലോ. നിന്നെയൊക്കെ മെമ്പർ വെറുതെ വിട്ടാലും ഈ കൊച്ചാപ്പി കുമാരൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങക്ക് തോന്നുന്നുണ്ട്. എങ്കിലും അങ്ങനെ തോന്നണ്ട. അവിടെ തോന്നണില്ല. അത് തോന്നിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാ? അങ്ങനെ തോന്നാൻ പാടില്ല. തല്ലിയതല്ല അത്, പിന്നെ മാറ്റി നിർത്തിയതാ. അതെ,
അവിടെ നിന്ന് അടി വരുന്ന സമയത്ത് മാറ്റി നിർത്തിയതാ. ഒന്ന് ഞങ്ങള് രക്ഷിച്ചു. ഇതെല്ലാം ആർക്ക് വേണ്ടി? കൊച്ചാപ്പേണ്ടിന് വേണ്ടി. ആ അപ്പം നിങ്ങൾക്ക് ഞങ്ങളൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായും. നമ്മള് ഒരു പാർട്ടി വേറെ ആണെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്നല്ലേ. ഈ വാസുദേവന്റെ വലം കൈയായിട്ട് നടക്കുന്നവന്മാരില്ലേ, അവന്മാരെ എനിക്ക് നോറ്റിത്തണം. ഒരുത്തരുണ്ട്. ആര്? നമ്മുടെ സുജിത്ത്. ഓഹോ, അവനാണല്ലേ? അവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കണ്ടില്ലല്ലോ, അണ്ണൻ്റെ അടുത്ത് വന്നില്ലല്ലോ. ഇല്ല. എന്താ അതിലെന്തോ ഒരു പന്തികേടില്ലേ? അവൻ ഇപ്പോഴും മറുപക്ഷത്ത് നിന്ന് ശക്തമായിട്ട് പൊരുതുകയാണ്. അതെ, ചെറുതായിട്ട്. പിന്നെ അന്ന് പ്രശ്നത്തിന്റെ ഇടയിൽ അവൻ എന്തോ എറിയുന്ന പോലെ തോന്നിയിരുന്നു. തോന്നിയതായിരിക്കും. എന്റെ ഈ പുറന്തലക്കെറിഞ്ഞത് അത് അവനായിരിക്കില്ല, തോന്നിയതാണെന്ന് തോന്നുന്നു. ആണല്ലേ? അപ്പൊ എന്തായാലും അവനൊന്ന് നോക്കിയേക്ക്. നോട്ട് ചെയ്ത് വെച്ചേക്ക്. അവനെ ഞാൻ പൂട്ടിയിരിക്കും.